കേട്ടോ. അപ്പോൾ അവനായിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പാണ് ആൻഡ് വി ആർ ഗോയിങ് ടു എൻജോയ് ദിസ് ട്രിപ്പ്. അറ്റ് ദ മൊമെന്റ് നമ്മളിപ്പോ കോൺവാൾ എത്തി, ജസ്റ്റ് എത്തി. ഫോഗി റോഡ് ഒന്നും കാണുന്നില്ല. ഗൈസ്, അങ്ങനെ രാവിലെ 5:30 തുടങ്ങി ട്രാവലിംഗ്. ഇപ്പോൾ വൈകിട്ട് 3 മണിയായി. ഇപ്പോഴാണ് കഴിഞ്ഞത്. ഞങ്ങളങ്ങനെ ഫൈനലി കോൺവാളിൽ നമ്മളുടെ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. നല്ല വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതെല്ലാം നിങ്ങളെ ചുറ്റിച്ച് കാണിച്ചു തരാം. ഓക്കെ, ചാച്ചുകുട്ടൻ ഞങ്ങളുടെ അക്കോമഡേഷന്റെ പാർക്കിംഗ് അന്വേഷിച്ച് നടക്കാണ്. കുറച്ച് ലൂപ്പിൽ പെട്ട് ഇങ്ങനെ കുറച്ചു നേരമായി ഞങ്ങൾ പാർക്കിംഗ് കിട്ടാതെ അലയുന്നു. പാർക്കിംഗ് പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഹോട്ടലിന്റെ ടൂറുണ്ട്, ആ റൂം ടൂറും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ റൂം കിട്ടി. നമ്മൾ റൂമിൽ കയറി. ഞാൻ റൂം ടൂറിന് മാത്രമുള്ള ഇതൊന്നുമില്ല, ഒരു റൂമും ഒരു ടോയ്ലറ്റും ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ക്വിക്കായിട്ട്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ റൂം നമ്പർ 4 ടു ദ ബീച്ച്. ആൻഡ് ഇത് കയറി വരുമ്പോൾ ഇങ്ങനെയാണ്. ആൻഡ് പെട്ടി നോക്കണ്ട, കോൺവാളിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോ ഉണ്ട്, TV ആൻഡ് ഒരു കുഞ്ഞു കബോർഡ് ആൻഡ് കുഞ്ഞു ടേബിൾ, ഇവിടെ ഒരു മിറർ ആൻഡ് ദാറ്റ്സ് മീ, ലവ്ലി മീ. ആൻഡ് വിൻഡോ ഉണ്ട്. ഇതിന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കാണാം. ആൻഡ് ഇതാണ് നമ്മുടെ ബെഡ്. ഞാൻ പെട്ടിയൊക്കെ തുറന്നു വെച്ചാൽ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. സോ അത്രേ ഉള്ളൂ. കുട്ടി റൂം ടൂറാണ്. ആൻഡ് ടോയ്ലറ്റ് ഉണ്ട്, അത് പുറത്താണ്. ഇപ്പോൾ ചാച്ചു ടോയ്ലറ്റിൽ പോയിക്കാണുണ്ട്. പിന്നെ കാണിച്ചില്ല, സാരില്ല, ടോയ്ലറ്റിൽ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലല്ലോ. ഇന്ന് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു സൈറ്റെങ്കിലും കാണാൻ പോകാട്ടോ. റൂമിലേക്ക് പോയി ഫ്രഷായി ഞങ്ങളിപ്പോൾ അഗൈൻ ഞംഞംന് വേണ്ടി പോവാണ്. പിന്നെ ഞംഞം പ്ലസ് പാർക്കിങ്ങിൻ്റെ സ്ഥലം ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പോൾ നമ്മൾ ലഗേജ് എല്ലാം വെച്ചു. ഇനി ഞംഞമ്മിന് വേണ്ടിയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആൻഡ് വി വിൽ ഫൈൻഡ് ഇറ്റ് സൂൺ. ഓക്കെയാണോ? ഓക്കെയാണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ബിബിമോൻ പാർക്ക് ചെയ്താ ഹാപ്പി. നമ്മളിപ്പോൾ ന്യൂ ക്വേയുടെ സ്ട്രീറ്റ്സിൽ കൂടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം ഉള്ളൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രീറ്റാണ്. ഇവാഞ്ചലിക്കൽ ചേർച്ചാണ്. കൊള്ളാം അല്ല, എല്ലാ ടൗണും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കണ്ടു മറന്ന കുറേ നമ്മളിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഇസ്താൻബുൾ കടയിലേക്കാണ് വന്നേക്കുന്നത്. ആൻഡ് വി ഹാവ് ഓർഡർ 2 ചിക്കൻ ഡോണർ കെബാബ്സ്. സോ നമ്മളിപ്പോൾ ഇനി ഇരുന്ന് കഴിച്ചിട്ട് നമുക്ക് ബാക്കി അഭിപ്രായം പറയാം. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഫുഡ് വയറ് നിറച്ചൊരു ചിക്കൻ ഡോണർ കെബാബാണ്. ഇത് നമുക്കെല്ലാം കാണാം. ആൻഡ് ഫുഡ് ആക്ച്വലി കുഴപ്പമില്ല, ഭയങ്കര സൂപ്പറല്ല, കുഴപ്പമില്ല. കൊണ്ടിരിക്കുന്നത് ഇത് ന്യൂ ക്വേ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഗൈസ്. സോ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് ന്യൂ ക്വേ ആൻഡ് വി ആർ ഗോണ എക്സ്പ്ലോർ ന്യൂ ക്വേ. ഇവിടെ ഒത്തിരി ഷോപ്സ് ഉണ്ട് കേട്ടോ. ആൻഡ് നല്ല സ്ട്രീറ്റ്സ് ആണ്. കിഡ്സൊക്കെ ഒത്തിരി ഉണ്ട്, ഒരുപാട് കിഡ്സ് ഉണ്ട്, ഒരുപാട് പെറ്റ്സും ഉണ്ട്. ആൻഡ് ഇവിടെ ഒത്തിരി ഫൺ തിങ്സ് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരെല്ലാവരും വരുന്നത്. നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ചെയ്യണേ ഉള്ളൂ. നമ്മളിപ്പോൾ മേജറായിട്ട് ബീച്ചിൽ പോവാണ്. ബീച്ചിൽ പോയി ചില്ല് ചെയ്യാൻ പോവാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. പക്ഷെ വെതർ ഭയങ്കര തണുപ്പാട്ടോ. നമ്മളപ്പോൾ ന്യൂ ക്വേ ബീച്ചാണ്. ബ്യൂട്ടിഫുൾ ബീച്ചാട്ടോ, നല്ല ബ്ലൂ കളറ്. ആൻഡ് ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചാച്ചുക്കുട്ടന് ഇഷ്ടമായോ? എനിക്ക് ഈ വ്യൂ ഇഷ്ടമായി. ഇവിടെ തൊട്ട് ഞാൻ അങ്ങോട്ട് എൻജോയ് ചെയ്യുന്നു. ഇവിടുത്തെ ഷോപ്സ് ആണ് ഗൈസ്. ഇങ്ങനെ നല്ല ഭംഗിയുണ്ട്. എസ്തറ്റിക് ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. കുറേ ഷോപ്സ്. ആൻഡ് ദാറ്റ്സ് മൈ മാൻ. എങ്ങനെ തോന്നുന്നു? ഹൗ ഡു യു ഫീൽ? കൊള്ളാല്ലേ? ആ, ഈ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാല്ലേ? നമുക്ക് 2 ഫോട്ടോ എടുക്കാം. വാ.
ലൈക്ക് ജുറാസിക് പാർക്കിൻ്റെ ഒക്കെ സിനിമ കാണുന്ന പോലെ ഉണ്ട്. ദിസ് ഈസ് സോ ഗുഡ് ഗായ്സ്. എനിക്ക് ഇത്ര ഇഷ്ടമായി. പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡേഞ്ചറാണ്, ക്ലിഫിലൂടെ ഫോൾ ചെയ്യുന്ന ടൈപ്പ് ക്ലിഫാന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുമെന്നറിയില്ല. ദിസ് ഈസ് ലൈക്ക് ഭയങ്കര ഒരു ഹോളിവുഡ് ടച്ചുള്ളൊരു സ്ഥലം കേട്ടോ. എനിക്ക് തോന്നുന്നു ബെൽഫാസ്റ്റിലും ഇങ്ങനത്തെ സിമിലർ കേവ്സ് ആൻഡ് സ്റ്റഫൊക്കെ ഉണ്ട്. ഗായ്സ്, എൻ്റെ ഭർത്താവ് ഓടിപ്പടഞ്ഞ്, എനിക്കൊരു ഫോൺ വന്നപ്പോൾ എൻ്റെ ഭർത്താവ് ഓടിപ്പടഞ്ഞ് മുകളിൽ കയറി ക്ലിഫിൻ്റെ. ലുക്ക് അറ്റ് ഹിം ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ക്ലിഫ്. വെൽ ഡൺ. ഞാനാണെങ്കിൽ ഈ ഗ്രൗണ്ടിൽ നിൽക്കുവാണ്. ആൻഡ് ഇത് ഒത്തിരി പൊക്കമുള്ള ആ ക്ലിഫിൻ്റെ മണ്ടയിലാണ് പോയി കയറിയേക്കുന്നത്. ഞാൻ പഠിച്ച് പോകുന്നുണ്ട്. കൈ കഴുകാൻ പോവാ. നമ്മൾ പോയ ബീച്ചിൻ്റെ പേര് ഫിസ്ട്രൽ ബീച്ച്. അതായിരുന്നു ബീച്ചിൻ്റെ പേര്. ഇവിടെ ഇപ്പോഴും മഴ ചാറുന്നുണ്ടോ? അയ്യോ, ഞാൻ ജാക്കറ്റ് എടുത്തില്ല. അപ്പോൾ കോൺവാള് പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ചെയ്യേണ്ട ഒരു വലിയ കാര്യം, എത്ര സമ്മറാണെങ്കിലും വിൻ്റർ ആണെങ്കിലും ജാക്കറ്റും റെയിൻകോട്ടും അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുക. സോ കടകളെല്ലാം അടച്ചിട്ടേക്കാണ്. ഈ സമയത്ത് ഓടുന്ന ആൾക്കാരെ കണ്ടോ? എന്തല്ലേ. ഈ ഒരു ഡ്രൈവ് അടിപൊളിയാണ്. ആ ഒരു ഫോഗിൽ ഇങ്ങനെ ഈ ട്രീസും ബുഷസൊക്കെ ഇടയിലൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളി. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ അപ്പോൾ പേരൻ പോത്ത് എന്ന് പറഞ്ഞൊരു അടുത്ത സൈറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡേ 1 അപ്പോൾ നമ്മൾ ന്യൂ ക്വേ ആൻഡ് പേരൻ പോത്ത് ആൻഡ് ഇപ്പോൾ നമ്മൾ മറ്റേ ഒരു ബീച്ചും കൂടി കണ്ടു. സോ അങ്ങനെ ഈ ഫസ്റ്റ് ഡേ നമ്മൾ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യാൻ പോവാണ്. ഈ ഒരു സ്പോട്ട് കൂടി കണ്ടിട്ട് എനിക്കറിയില്ല അവിടെ എത്ര നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ദ ഡ്രൈവ് ടു പേരൻ പോത്ത് ഇസ് ആബ്സല്യൂട്ട്ലി മൈൻഡ് ബ്ലോയിങ്. ആൻഡ് വി ആർ അപ്രോച്ചിങ് ദെയർ. അങ്ങനെ നമ്മൾ പേരൻ പോത്ത് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ അടിപൊളിയായിട്ട് കുറേ ഷോപ്സ് നമ്മൾ കണ്ടു. കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സത്യമായിട്ടും നമ്മുടെ പോണ്ടി വൈബാണ്. പല കളറുള്ള കുറേ ബിൽഡിംഗ്. ഇതൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് UK കാണുന്നത്. ഐ മീൻ UK കുറേ സീ സൈഡിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇത് കറക്റ്റ് ആബ്സല്യൂട്ട്ലി നമ്മുടെ പോണ്ടിച്ചേരി വൈബ്, അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി വൈബ് ഒക്കെ പോലെ നല്ല രസമുണ്ട്. പിങ്ക് വീടുകൾ, ബ്ലൂ വീടുകൾ കൊള്ളാട്ടോ. ഇത് അവിടേക്ക് നോക്കി, അവിടെ പച്ച മഞ്ഞ നീല എല്ലാം ഉണ്ട്. ദിസ് റോഡ് ലുക്ക് സോ ഗുഡ്. നല്ല ക്ലീൻ ആയിട്ടില്ല. ഇപ്പോൾ ഈവനിങ് ആണ്, സമയം 8:20. അതുകൊണ്ട് തന്നെ ആരും ഇല്ല റോഡിൽ. നമ്മൾ ചുമ്മാ ഒരു ഡ്രൈവ് എടുക്കുകയാണ് അറൗണ്ട് ന്യൂ ക്വേ ആൻഡ് പരിസരം. അങ്ങനെ നമ്മൾ പേരൻ പോർട്ട് ബീച്ചിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ദിസ് ഈസ് ദാറ്റ് ബ്യൂട്ടിഫുൾ ബീച്ച്. അങ്ങോട്ട് പോകണമെന്നില്ല, കുറച്ചധികം തണുപ്പാണ്. ആൻഡ് ഐ ടോൾഡ് യു, ഞാൻ ജാക്കറ്റ് എടുത്തിട്ടില്ല. അങ്ങനെ പേരൻ പോത്ത് ബീച്ച് ഇതാണ് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഐ ലൈക്ക് ഇറ്റ് ടു. അപ്പോൾ നമുക്ക് ഇനി ഞമ്മിന് പോവാം. ഇനി അടുത്തൊരു സ്ഥലത്ത് പോകണം. സെൻറ്റ് ആഗ്നസ് ഇവിടെ അടുത്താണ്, പക്ഷെ അവിടെയും ഇതേപോലെ സെയിം ബീച്ച് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ആൻഡ് ഈ ടൈമിൽ നത്തിങ് ഫാൻസി ദയർ. സോ വി ആർ ഗോയിങ് ബാക്ക്. ഞാൻ ടൈം ഈവനിങ് ഈ വൈബ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. ഒരു ഫോഗി റെയിനി അല്ല, ഫോഗിയാണ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര കാറ്റും മറ്റേ തുള്ളികളൊക്കെ ഇങ്ങനെ മുഖത്തേക്ക് വീഴുന്നത് എനിക്കിഷ്ടപ്പെട്ടു. നമ്മളിവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഗൈസ്. സോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ടേക്ക് അവേ ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ട് പോയിട്ട് നമ്മുടെ റൂമിൽ നിന്ന് കഴിക്കുന്നു. അങ്ങനെ ഈ ഡേ കഴിഞ്ഞു. ഇനി അടുത്ത ഡേയിൽ കാണാം ഗൈസ്. നാളത്തെ ദിവസം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.